ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റി കഴിഞ്ഞപ്പോൾ തന്നെ ബിഗ് ബോസിലെ ഓരോ കുടുംബാംഗങ്ങളുടെ മനസ്സങ്ങോട്ട് വലിച്ചു കളഞ്ഞു കേട്ടോ. അത്തരത്തിലുള്ള ഒരു മോർണിംഗ് ആക്ടിവിറ്റി ആയിട്ടാണ് ബിഗ് ബോസ് എത്തിയത്. പലരും പലതരത്തിലാണ് ഈ ഒരു വിഷയം എടുത്തത്. എന്നാൽ കുറച്ച് എക്സ്പ്രഷൻസ് കൂടിപ്പോയോ അനീഷിൻ്റെ കാര്യത്തിൽ എന്നുള്ളത് സംശയം ഇല്ലാതില്ല. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ ബിഗ് ബോസ് കൊടുത്ത വിഷയം, ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പോകാൻ ഏകദേശം സമയമായി, 75 ദിവസമായി. ഇനി ആകെ 10-25 ദിവസം കൂടി ഇവരവിടെ ഉള്ളൂ. അത് പോകാനായിട്ട് അധികം സമയമൊന്നും വേണ്ട അല്ലേ. ഏറ്റവും കൂടുതൽ ബിഗ് ബോസ് വീട്ടിൽ മിസ് ചെയ്യുന്നത് എന്താണ്? ഈ ഒരു ചോദ്യം ഒരുപക്ഷെ എല്ലാ സീസണിലും വരാറുണ്ട്. ഈ സീസണിൽ വന്നു. എല്ലാവരും വിഷമിപ്പിക്കുന്ന ഒരു ചോദ്യം തന്നെ. ഓരോരുത്തർക്ക് അവരവരുടെ മിസ് ചെയ്യുന്ന കാര്യങ്ങളുണ്ടായിരുന്നു. എല്ലാവരും ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഈ ടാസ്ക് കഴിഞ്ഞതിന് ശേഷം ബിഗ് ബോസിനെ കെട്ടിപ്പിടിച്ച് കരയാണ്. ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ ബിഗ് ബോസ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുള്ള ആ ഒരു വാളിൽ കെട്ടിപ്പിടിച്ച് കരയാണ്. എനിക്കെല്ലാം ബിഗ് ബോസ് തന്നു. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇതുവരെ ഇത്രയും സന്തോഷം ഉണ്ടായിട്ടില്ല. എന്നെ പറഞ്ഞു വിടല്ലേ ബിഗ് ബോസ് ചെയ്യുന്നത്. ഈ പറഞ്ഞു വിടല്ലേ എന്ന് ഇടക്കിടക്ക് പറയുന്നുണ്ടായിരുന്നു. ഈ 100 ദിവസമാണ് ഈ ഷോ എന്ന് എല്ലാവർക്കും അറിയാം. 7 വർഷമായിട്ട് അനീഷ് പഠിച്ച് വന്ന അനീഷിനും അറിയാൻ പറ്റുമായിരിക്കും. അതിൽ കൂടുതൽ നിൽക്കാൻ പറ്റില്ല. 200 ദിവസം 365 ദിവസം ഒന്നും പോകുന്നത് സീരിയലല്ല. അനീഷ് പറഞ്ഞു എന്നെ പറഞ്ഞു വിടല്ലേ ബിഗ് ബോസ്, എന്നെ പറഞ്ഞു വിടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കരച്ചിലും കുറച്ച് ഇമോഷണലി കുറച്ച് ഭയങ്കര സീനൊക്കെ ആയിരുന്നു ഇന്ന് ലൈവിൽ ഉണ്ടായിരുന്നത്. ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് പിന്നെ ഇത് 100 ദിവസം എന്ന് അറിഞ്ഞിട്ടല്ലേ വരുന്നത്, പിന്നെ എന്താ ഈ കാണിക്കുന്നതെന്ന് തോന്നിപ്പോയി. പക്ഷെ അനീഷ് പറഞ്ഞൊരു കാര്യം, അനീഷ് ഒരുപാട് ആഗ്രഹിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് ഇത് കഴിയാറായി എന്ന് പറയുമ്പോൾ ഒരു വിഷമം ഉണ്ടാവില്ല. ആ ഒരു വിഷമമാണ്. പക്ഷേ എന്നെ പറഞ്ഞു വിടല്ലേ എന്നുള്ളൊരു ഡയലോഗ് വേണ്ടിയില്ലായിരുന്നു എന്ന് തോന്നിപ്പോയി. പിന്നെ ജയിലിൽ പോയിട്ട് കരയുന്നു, ജയിലിൽ ഇനിയും പോകണം എന്ന് ആഗ്രഹിക്കുന്നു. എല്ലാ സീസണും കഴിയാറാവുമ്പോൾ ഒരു സങ്കടം ഉണ്ടാവും, അയ്യോ. പക്ഷേ ഈ സീസൺ കഴിയാറാകുമ്പോൾ ഒരു തരത്തിലുള്ള സങ്കടം എനിക്ക് തോന്നുന്നില്ല കേട്ടോ. എങ്ങനെയെങ്കിലും ഈ സീസൺ കഴിഞ്ഞാൽ മതി എന്നാണ് മനസ്സിൽ തൊട്ടുകൊണ്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡും ഉണ്ടായിട്ടില്ല ഈ സീസണിൽ. പക്ഷേ കുടുംബാംഗങ്ങൾക്ക് അവരവരുടെ വീട് വിട്ടു പോകുന്നതിൻ്റെ സങ്കടത്തിലാണ് ഓരോരുത്തരും. സീസൺ കഴിഞ്ഞ് ആരാണ് കപ്പ് ഉയർത്താൻ പോകുന്നത്. ഇനിയുള്ള ദിവസങ്ങളിൽ ഇത്തരം ഒരു ടാസ്ക് ഒക്കെ ആയിട്ടായിരിക്കും ബിഗ് ബോസ് വരുന്നത്. ഇനി എന്തൊക്കെയായിരിക്കും എന്ന് കാത്തിരുന്ന് തന്നെ കാണാം. ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിലുണ്ടാകും. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.